ഹലോ, നമ്മളിന്ന് ഇവിടെ പഠിക്കാൻ പോകുന്ന ഒരു ക്ലാസ് 10th ഇക്കായി 4 ഒരു കഥയാണ്. ദിശാഹീൻ ദിശ. ഇത് എഴുതിയത് മോഹൻ രാകേഷ് ആണ്. അപ്പോൾ കഥയിലോട്ട് നമുക്ക് കയറാം. घर में चलते समय मन में यात्रा की कोई बनी हुई रूपरेखा नहीं थी. घर में चलते समय വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മന്മേ യാത്ര ചെയ്യാൻ പ്രത്യേകിച്ച് രൂപരേഖ ഒന്നും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. എന്ത് യാത്ര ചെയ്യും, ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. ബസ് ഏക് അസ്ഥിരത ही थी जो मुझे अंदर से धकेल रही थी. എന്തോ ഒരു അസ്ഥിരത ഉണ്ടായിരുന്നു, ഒരു സ്ഥിരതയില്ലായിരുന്നു. എങ്ങോട്ടെങ്കിലും പോകണം എന്ന് മനസ്സെന്ന് ഇങ്ങനെ പറയുമായിരുന്നു. समुद्र तट के प्रति मन में एक ऐसा आकर्षण था कि मेरी यात्रा की कल्पना में समुद्र का विस्तार अनायास ही आ जाता था. സമുദ്ര തട്ട് के प्रति मन में एक ऐसा आकर्षण था. ഈ സമുദ്രത്തിന്റെ തീരത്തിന്റെ ഒരു ആകർഷണമായിരുന്നു. അതുകൊണ്ട് എപ്പോഴും യാത്ര എന്ന് ഓർക്കുമ്പോഴേക്കും ഈ സമുദ്രത്തിന്റെ കാര്യങ്ങളാണ് മനസ്സിൽ വരാറ്. बहुत बार सोचा कि कभी समुद्र तट के साथ साथ एक लंबी यात्रा करूं. കുറെ പ്രാവശ്യം ആലോചിച്ചു ഞാൻ സമുദ്ര തട്ട് സാത്ത് സാത്ത് कोई लंबी यात्रा करें, ബൈ ഷിപ്പ് അങ്ങനെ അതിന്റെ അർത്ഥത്തിലാണ് പറയുന്നത്. അല്ലെങ്കിൽ വഞ്ചി വലിയ നീണ്ട യാത്ര ചെയ്യാനാകും. परंतु यात्रा के लिए समय और साधन साथ साथ मेरे पास कभी नहीं रहता था. പക്ഷേ യാത്ര ചെയ്യാൻ സമയവും സാധനങ്ങളും ഒരിക്കലും ഒത്തുകൂടി വന്നിട്ടില്ലായിരുന്നു. उन दिनों नौकरी छोड़ दी थी और पास में कुछ पैसे भी थे. ആ സമയത്ത് ഞാൻ ജോലി വിട്ടായിരുന്നു. എൻ്റെ കുറച്ച് കാശുണ്ടായിരുന്നു. കുച്ച് പൈസ थी. इसलिए मैंने तुरंत चल देने का निश्चय कर लिया. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് യാത്രയ്ക്ക് തിരിക്കാന്നുള്ള ഒരു प्लान ചെയ്തു. पहले सोचा कि सीधे कन्याकुमारी चला जाऊं और वहां से रेल, मोटर या नाव जहां जो मिले उसमें पश्चिम समुद्र तट के साथ साथ गोवा या मुंबई तक की यात्रा करूं. पहले सोचा कि ആദ്യം ഓർത്തു നേരെ കന്യാകുമാരി എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ബോംബെയിലേക്കോ ഗോവയ്ക്കോ വല്ല ഷിപ്പിലോ ബോട്ടിലോ റെയിലിലോ ട്രെയിനിലോ എങ്ങനെയെങ്കിലും പശ്ചിമി സമുദ്ര തട്ട് ഗോവ അല്ലെ ബോംബെ തക്ക് यात्रा का അവിടെ വരെ വരാനോർത്തു. रास्ते में जहां मन हुआ वहां कुछ दिन रह जाऊंगा. നടുക്കിന് വഴിയിൽ എവിടെ താമസിക്കാൻ തുടങ്ങും അവിടെ 2 ദിവസം നിൽക്കാം. शिमला में हमारे स्कूल में कोई लोग दक्षिण भारत के थे. शिमला में हमारे स्कूल से കുറെ ആൾക്കാർ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു സ്കൂളിൽ. उनमें से एक ने कहा था कि रहने के लिए कन्नूर बहुत अच्छी जगह है. അതിനകത്ത് ആരോ പറഞ്ഞായിരുന്നു കണ്ണൂർ താമസിക്കാൻ നല്ല സ്ഥലമാണ്. एक और का कहना था कि मैं एक बार കൊല്ലം पहुंच जाऊं तो वहां से और कहीं जाने को मेरा मन नहीं कर. വേറെ കൂട്ടുകാരുണ്ടായിരുന്നു, കൊല്ലത്തായിരുന്നു. അവൻ പറഞ്ഞു അവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ വേറെ എവിടെയും പോകാൻ തോന്നി. അപ്പൊ അവന് ഇങ്ങനെ കൊല്ലോ കണ്ണൂരോ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവന്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. दिल्ली में एक मित्र ने कहा था कि पश्चिमी समुद्र तट पर गोवा से सुंदर दूसरी जगह नहीं. അവിടെ നിന്ന് വേറൊരു കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു ഗോവയ്ക്ക ഭംഗിയുള്ള സ്ഥലമാണ്. वहाँ खुला समुद्र तट है, एक आदिम स्पर्श लिए प्रकृति रमणीयता है और सबसे बड़ी बात यह है कि जीवन बहुत सस्ता है. रहने खाने की हर सुविधा वहाँ बहुत थोड़े पैसे में प्राप्त हो सकती है. അവിടെ പറഞ്ഞു അവിടെ കുല സമുദ്ര തട്ടാണ്, തുറന്നിരിക്കുന്ന സമുദ്ര തട്ടുണ്ട്, ബീച്ചുണ്ട്. സമുദ്ര തട്ട് എന്ന് പറയുമ്പോൾ ബീച്ചുണ്ട്. പിന്നെ വലിയ ചെലവൊന്നുമില്ല. സാധനങ്ങൾക്ക് കുറച്ച് പൈസ കൊണ്ട് തന്നെ കഴിച്ചും താമസിച്ചും പോവാണ്. മേരെ ലിയെ സഭി ജഗ അപരിചിത്. എനിക്കാണെങ്കിൽ എല്ലാ സ്ഥലവും എനിക്ക് അപരിചയമായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. इसलिए मुझे सभी में आकर्षण लग रहा. അതുകൊണ്ട് എനിക്ക് എല്ലാവരും ഓക്കെ അതോ കൊച്ചിയോ കണ്ണൂരോ മംഗളൂരോ ഗോവയോ എല്ലാം. आलप्पी के बैंक वाट्स और नीलगिरी की पहाड़ियां सबके प्रति मेरे मन में एक सी आत्मीयता जगती थी. എല്ലാവർക്കും വേണ്ടി അവന് ഒരേ ഇഷ്ടമായിരുന്നു എല്ലാ സ്ഥലങ്ങളോടും. जैसे कि मेरा उन सब स्थानों से कभी का घनिष्ठ संबंध रहा हो. जैसे कि ഇങ്ങനെ തോന്നുമായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ പണ്ട് എന്തോ ഒരു ഭയങ്കര ഒരു റിലേഷൻ ഉള്ള പോലെയാണ്. ഇവിടെയൊക്കെ ജീവിച്ചു കഴിഞ്ഞ പോലെ അവനൊരു ഫീലിംഗ് ആയിരുന്നു ഈ സ്ഥലങ്ങളുടെ ഒക്കെ പേര് കേൾക്കുമ്പോ പറയുമ്പോ ഒക്കെ. सबसे अधिक आत्मीयता कन्याकुमारी के तट को लेकर महसूस होती थी. ഏറ്റവും ഇഷ്ടം കന്യാകുമാരിയുടെ ബീച്ചായിരുന്നു. തട്ട് എന്ന് പറയുമ്പോ കന്യാകുമാരി തട്ട്. परंतु एक घने शहर की छोटी सी तंग गली में पैदा हुआ
व्यक्ति के लिए उस विस्तार के प्रति ऐसा आत्मीयता का अनुभव करने का आधार क्या हो सकता है? केवल विपरीत का आकर्षण। അപ്പൊ ഇതൊരു ചെറിയ ഗാവിൽ പഠിച്ചു पैदा हुआ വ്യക്തി के लिए അപ്പൊ ചെറിയൊരു സ്ഥലത്ത് ജനിച്ചു വളർന്ന ഈ ആൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു വിസ്താരമായ കന്യാകുമാരിയുടെ തട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ അത് എന്നായിരുന്നു, അതൊരു ഓപ്പോസിറ്റ് അട്രാക്ഷൻ ആയിരുന്നു. घर से चलते समय कुछ निश्चय नहीं था कि कब कहाँ कितने दिन रहूंगा. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു നിശ്ചയം ഇല്ലായിരുന്നു, എത്ര ദിവസം എവിടെ എത്ര ദിവസം എത്ര നേരം നിൽക്കുന്നു, എത്ര ദിവസം നിൽക്കുന്നു, एवड़े निकुनु ഒന്നും അറിയില്ലായിരുന്നു. चलने तक इतना निश्चय कर लिया था कि पहले सीधे कन्याकुमारी ना जाकर बम्बई होता हुआ गोवा चला जाऊंगा और वहां से കന്യാകുമാരി की ओर യാത്ര പ്രാരംഭം करूंगा. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും ആലോചിച്ചില്ല. ആദ്യമേ ആലോചിച്ചു ഗോവയിൽ പോവാം, ബോംബെ നിന്ന് ഗോവയ്ക്ക് പോയിട്ട് ഗോവയിൽ നിന്ന് കന്യാകുമാരിയിലോട്ട് പോവാന്ന്. यह इसलिए चाहता था कि मेरी यात्रा का अंतिम पड़ाव कमने. അപ്പോൾ അവൻ ആഗ്രഹിക്കുന്ന ലാസ്റ്റ് നമുക്ക് കന്യാകുമാരി റിലാക്സ് ചെയ്യുക. അതുകൊണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു പ്ലാൻ മനസ്സിൽ വന്നത്. ഡിസംബർ सन 52 की 25 तारीख അപ്പോൾ ക്രിസ്മസിന്റെ दूसरे थर्ड क्लास के डिब्बे में ऊपर की सीट बिस्तर बिछाने को मिल जाए वह बहुत बड़ी बात होती है. അപ്പോൾ ഡിസംബറിന്റെ മാസം ഇറങ്ങിയ തണുപ്പാണ്. ആ സമയത്ത് മുകളിലത്തെ ഒരു സീറ്റിൽ കിടന്നുറങ്ങാൻ കിട്ടിയ അതൊരു വലിയ കാര്യമാണ്. मुझे ऊपर की सीट मिल गई थी. എനിക്കാണെങ്കിൽ മുകളിലത്തെ സീറ്റ് കിട്ടിയായിരുന്നു. सोच रहा था कि अब मुंबई तक की यात्रा में कोई असुविधा न हो. ഇനി ആലോചിക്കാണ് ബോംബെ വരെ സമാധാനമായിട്ട് എത്തിയാൽ മതിയായിരുന്നു, ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ. रात को ठीक से सो सकूंगा. मगर रात आई तो मैं वहां सोने की जगह भोपाल ताल की एक नाव में लेटा बूढ़े मोहल्ले अब्दुल जब्बार से गजलें सुन रहा था. അപ്പം रात को ठीक से सो सका. ഓർത്തായിരുന്നു രാത്രി സുഖമായിട്ട് ഉറങ്ങുന്നു. പക്ഷേ मगर रात आई तो मैं वहां सोने की जगह उറങ്ങുന്നതിന് പകരം भोपाल ताल की एक नाव में लेटा बूढ़े मल्लाह अब्दुल जब्बार से गजलें सुन रहा था. ഇതിനകത്ത് കടന്നു ഒരാളുടെ ഗസൽ കേൾക്കുന്നത്. भोपाल स्टेशन पर मेरे मित्र अविनाश जो वहां से निकलने वाले एक हिंदी दैनिक का संपादक करता था, मुझसे मिलने के लिए आया था. भोपाल स्टेशन से मेरे കൂട്ടുകാരൻ വന്നായിരുന്നു ഇവനെ കാണാൻ. मगर बात करने की जगह उसने मेरा बिस्तर लपेटकर खिड़की से बाहर फेंक दिया और खुद मेरा सूटकेस लिए हुए नीचे उतर गया. അപ്പോൾ വർത്താനം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിനിടയ്ക്ക് ഇവന്റെ ഈ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഈ ഭോപ്പാൽ സ്റ്റേഷനിൽ ഇറക്കി. അത് കഴിഞ്ഞ് ഇവന്റെ പെട്ടി എടുത്ത് താഴെ ഇറങ്ങി. इस तरह मुझे एक रात के लिए वहां रह जाना. അതുകൊണ്ട് ഒരു രാത്രിയോടെ നിൽക്കണ്ടെന്ന്. रात को 11 के बाद हम लोग घूमने निकले. घूमते हुए भोपाल ताल के पास पहुंचे तो मन हो आया कि नाव लेकर कुछ देर झील की सैर की जाए. रात को 11 बजे हम लोग घूमने निकले. രാത്രി 11 മണിയാകുമ്പോൾ കറങ്ങാൻ ഇറങ്ങിയപ്പോൾ നോക്കിയപ്പോൾ നാവ് എന്ന് ഒരു വഞ്ചിക്കകത്ത് വെറുതെ ഇങ്ങനെ രാത്രി ഇങ്ങനെ വെറുതെ കറങ്ങാൻ ഒരു ആഗ്രഹം തോന്നി. सैर करने का मन किया. नाव ठीक की गई और कुछ ही देर में हम झील के उस भाग में पहुंच गए. അപ്പോൾ നാവ് लेकर कुछ देर झील की सैर करें. അപ്പൊ നാവ് ശരിയാക്കിയിട്ട് അവര് നാവിലോട്ട് ഇരുന്ന് झील के उस भाग में पहुंच गए जहां चारों ओर के किनारे दूर नजर आ रहे थे. അപ്പോൾ അപ്പുറത്തെ സ്ഥലത്തേക്ക് എത്തി. അവിടെ എല്ലാ 4 വശത്തേക്ക് झीലായിരുന്നു. वहां आकर अविनाश के मन में ना जाने क्या भावुकता जाग गई कि उसने एक नजर पानी पर डाला. അവിടെ എത്തിയപ്പോൾ अविनाश ने തോന്നി അവൻ വെള്ളത്തിലോട്ട് നോക്കി. एक दूर के किनारे पर और पूर्णता चाहने वाले कलाकार की तरह कहा कि कितना अच्छा होता अगर इस वक्त हम में से कोई कुछ गा सकता. അപ്പൊ അവൻ പറയുന്നത് നല്ലതായിരുന്നു ആരെങ്കിലും ആരെങ്കിലും ഇപ്പൊ പാടുമായിരുന്നു. मैं गा तो नहीं सकता हुजूर, बूढ़ा मल्लाह हाथ जोड़कर बोला, मगर आप चाहे तो चंद गजलें तरन्नुम के साथ अर्ज कर सकता हूँ. और माशाअल्लाह चुस्त गजलें हैं. मैं गा तो नहीं सकता. ആ വയസ്സായ കളവൻ, ഈ വഞ്ചി ഓടിക്കുന്ന കളവന്റെ ഈ ഫോട്ടോ ഉണ്ട്. ഈ വയസ്സായ അപ്പം പറയും എനിക്ക് പാടാനൊന്നും അറിയില്ല, പക്ഷെ ഞാൻ ഗസൽ കേൾപ്പിക്കാം, നല്ല ഗസൽ കേൾപ്പിക്കാം. ഗസൽ എന്ന് പറയുമ്പോൾ ഹിന്ദിക്കകത്ത് ഈ ഷായരി ഗസൽ ഒക്കെ ഇങ്ങനെ പാട്ട് പോലെ തന്നെയാണ്, പക്ഷെ അതിന് ഭയങ്കര മീനിങ് ഉണ്ടായിരിക്കും. मगर आप चाहे तो चंद गजलें तरन्नुम के साथ अर्ज कर सकता हूँ. അപ്പൊ ഞാൻ ഗസൽ കേൾപ്പിക്കാം. जरूर. हमने उत्साह के साथ उसके प्रस्ताव का स्वागत किया. यस എന്ന് പറഞ്ഞു. बूढ़े मल्ला ने एक गजल छेड़ दी.
उसका गला काफी अच्छा था और सुनने का अंदाज भी शायराना था. അപ്പോൾ ഈ ബൂടെ മല്ലാന് ഒരു ഗസൽ പറഞ്ഞു. उसका गला काफी अच्छा था, നല്ല സ്വരമായിരുന്നു, നല്ല രസമായിരുന്നു, ഷായറാന അന്താസ് था. ഷായറാന അന്താസ് എന്ന് പറയുമ്പോൾ ഒരു കവികൾ പറയുന്ന പോലെ, ഷായരി പറയുന്ന പോലെ. काफी देर चुप चप्पुओं को छोड़े वह झूम झूम गजलें सुनाता रहा. കുറേ നേരം അവൻ പാട്ട് കേൾപ്പിച്ചു. एक के बाद दूसरी फिर तीसरी. मैं नाव में लेटा उसकी तरफ देख रहा था. ഞാൻ അവിടെ കിടന്നവനെ ആസ്വദിക്കായിരുന്നു. उसी सर्दी में भी वह सिर्फ एक तहमद लगाया था. ആ തണുത്ത കാലത്തും उसने भी वह सिर्फ एक तहमद लगाया था. गले में बनियान तक नहीं थी. ഒട്ടും ഇത്ര തണുപ്പാണെങ്കിലും വയസ്സായ പ്രായമായ മനുഷ്യരായിരുന്നെങ്കിലും ഇവർക്കൊന്നും അങ്ങനെ തണുപ്പില്ലായിരുന്നു. ജസ്റ്റ് ഒരു മുണ്ടോ ഗംഛ പോലെ ഇങ്ങനെ ഉടുത്തേക്കുമായിരുന്നു. ഉസ്കി ദാടി के ही नहीं, छाती के भी बाल सफेद हो चुके थे. ഭയങ്കര പ്രായമായി എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. जब वह चप्पू चलाने लगता तो उसकी മാംസ്പേശിയ इस तरह हिलती जैसे उनमें फौलाद भरा हो. ഈ വഞ്ചി ഓടിക്കാൻ നേരത്തെ ഈ നമ്മുടെ അതിൻ്റെ അകത്ത് ഈ വടിനെ ഈ പറയുന്നത് അത് ഇങ്ങനെ അത് ഈ ഇത് ബോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യന്റെ ബോഡി കണ്ടാൽ മനസ്സിലാവുന്നു നല്ല फौलाद भरा शरीर है, നല്ല ബോഡി ബിൽഡർ പോലത്തെ ശരീരമായിരുന്നു. तीसरी गजल सुनाकर वह खामोश हो गया. മൂന്നാമത്തെ ഗസൽ കേൾപ്പിച്ച് അത് ശാന്തായി. उसके खामोश हो जाने से सारा वातावरण बदल गया. खामोश ആയപ്പോൾ എല്ലാ വാതാവരണം ശാന്തമായി, बदल गया. रात, सर्दी और नाव का हिलना, इन सब का अनुभव पहले नहीं हो रहा था, अब होने लगा. ഇത്രയും നേരം പാട്ട് കേൾക്കുന്നതുകൊണ്ട് എല്ലാം ഒച്ച ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഈ പാട്ട് നിന്നപ്പോൾ ഈ രാത്രി ശാന്തമായിരിക്കുന്ന സ്ഥലത്ത് തണുത്ത കാറ്റും വഞ്ചിയും ഇതിന്റെ ഒക്കെ എല്ലാം നമുക്ക് ഫീലിങ്സ് വരാൻ തുടങ്ങും. കാരണം ഒരു ഒച്ചയിലിങ്ങനെ നമുക്ക് ആ രാത്രിയുടെ ഒക്കെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. अब होने लगा. झील का विस्तार भी जैसे उतनी देर के लिए सिमटा गया था, अब खुल गया. അപ്പോൾ വലിയ झीലും അങ്ങനെ വലുതായി തോന്നിയെന്ന് അപ്പോഴാണ് ഒരു ഫീലിംഗ് വന്നത്. झीലിനെ നടുക്കില്ല. അത്രയും നേരം പാട്ടിൽ ആസ്വദിച്ചിരിക്കുമായിരുന്നു. अब लौट चले साहब. कुछ देर बाद उसने कहा, सर्दी बढ़ रही है और मैं अपनी चादर साथ नहीं लाया. അവൻ പറയും നമുക്കിനി തിരിച്ചു പോവാ, തണുപ്പ് കൂടുകയാണ്, ഞാൻ बेडशीट ഞാൻ പുതയ്ക്കാൻ ഷാളൊന്നും വന്നിട്ടില്ലാണ്. अविनाश ने झट से अपना कोट उतार कर उसकी तरफ बढ़ा दिया. लो तुम यह पहन लो, अभी हम लौटकर नहीं चलेंगे. तुम्हें कोई ഗാലിബ് की चीज याद हो तो सुनाओ. അപ്പൊ കോട്ട് എടുത്തിട്ട് അവിനാശ് കോട്ട് എടുത്തിട്ട് പറയും, ഇത് നിങ്ങൾ ഇട്ടോ, പക്ഷെ ഒരു ഗസലോ എന്തെങ്കിലും കേൾപ്പിക്കണം എന്ന് പറയും. ഇപ്പൊ നമ്മൾ തിരിച്ചു പോകുന്നില്ല. बूढ़े मल्ला ने एतराज नहीं किया. चुपचाप अविनाश का कोट पहन लिया और गालिब की एक गजल सुनाने लगा. मुद्दत हुई है यार को മെഹമാ കിയേ ഹുവേ. അപ്പോൾ ഗാലിബിന്റെ ഒരു ഗസൽ സുനായിച്ചു. മുദ്ദത്ത് ഹുയി ഹെ യാർ കോ മെഹമാ കിയേ ഹുവേ. കോട്ടിട്ടിട്ട് ആ മനുഷ്യൻ രണ്ടാമത് പിന്നെ പാടാൻ തുടങ്ങി. അപ്പോൾ ഉസ്കെ ഖാമോഷ് ഹോ ജാനെ സെ സാരാ വാതാവरण ही बदल गया. इसमें अपना क्या, इससे आपने क्या समझा, ഇത് എഴുതണം. അപ്പോൾ ഈ മനുഷ്യൻ ഈ ബോട്ടിനകത്ത് കിടന്ന് ആ പാട്ട് ആസ്വദിച്ച് ആ വയസ്സായ അപ്പാപ്പന്റെ ഷായരിയും കേട്ട് പിന്നെ ഗസലും കേട്ട് അത് ആസ്വദിച്ചിരുന്നു. मुंबई से कन्याकुमारी तक के बीच के मुख्य समुद्र तटों की सूची बनाए, संबंध पहचाने, सही मिलाए, पढ़े, यात्रावर्त के आधार पर उचित वाक्यों पर सही का निशान लगाए. ഇത് कट्टन टिकट എന്നതാണ്. पत्र लिखे, पश्चिम चित्र का टिप्पणी लिखे. നമൂനെ के अनुसार वाक्यों को बदले. ഇപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ വർക്കാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്ന്. नमूने के अनुसार वाक्यों को बदलकर लिखे, अर्थ भेद भी समझे. मैं एक लंबी यात्रा करूंगा, मैं एक लंबी यात्रा करूं, ഇങ്ങനെ. ഓക്കെ. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ട് കാണുന്നു. അപ്പോൾ ഇതിനകത്തെ ഒരു നല്ലൊരു കവിതയായിരുന്നു ദിശാഹീൻ ദിശ. ദിശാഹീൻ ദിശ എന്ന് പറയുമ്പോൾ ദിശാഹീൻ തന്നെ നമ്മൾ ആലോചിക്കാത്ത സ്ഥലത്ത് ദിശാഹീൻ ദിശയിലോട്ട് പോയി. നമ്മൾ ഒട്ടും ആലോചിക്കാത്ത ഒരു സ്ഥലത്ത് കന്യാകുമാരിയും ബോംബെയും ഗോവയും എന്നല്ലാണ്ട് വേറൊരു വേറൊരു നദിയിൽ ഒരു ബോട്ടിൽ യാത്ര ചെയ്ത് ആ യാത്രേനെ
അനുഭവിച്ച് ആസ്വദിച്ചു എന്നുള്ള ഒരു കഥയാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻസിൽ പ്ലീസ് നിങ്ങൾ എഴുതുക. അപ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ വേണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസോ ഗ്രാമറോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻസിൽ എഴുതിയ കമൻറ്റ് ബോക്സിനകത്ത് ഞാനത് അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.